ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല യമ്മി ആയിട്ടുള്ള, അതായത് പൊറാട്ടേനേക്കാളും ഒക്കെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആട്ട വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ലെയറായിട്ട് കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കണ്ടില്ലേ, ഇത്ര തൊട്ടാൽ പൊറാട്ട കൂടെ ഇത്ര സോഫ്റ്റ് അല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ആട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയോ എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആട്ട എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണ എടുത്ത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്കിതൊരു ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് വരെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കവർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോളാക്കി എടുത്ത് നമ്മൾ സാധാരണ പരത്തിയെടുക്കുമല്ലോ, ചപ്പാത്തിയുടെ ആ ഒരു ഇതെല്ലാം കുറച്ച് വലുതായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇതിന് നമ്മൾ മടക്കിയെടുക്കാൻ പോകുന്നത് തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊറാട്ട ഉണ്ടാക്കുന്ന അത്ര വിഷമമൊന്നുമില്ല, എളുപ്പം കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ആ ചെറിയൊരു പൊറാട്ടയുടെ ആ ഒരു രീതിയിൽ കിട്ടുകയും ചെയ്യും. നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഇത് ആട്ട തന്നെയാട്ടോ അതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. നമുക്ക് ആ ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ 2 സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ജസ്റ്റ് കൈ കൊണ്ട് തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. അറിയില്ലേ, ഇത്രയും മതി, ഇത്രയും വലുതാക്കിയാൽ മതി, ഇപ്പം അധികം വലുതാക്കണ്ട. ഇനി നമുക്കിത് പാനിലിട്ടിട്ട് നന്നായിട്ട് സാധാരണ പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്കായി വരുമ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ 2 സൈഡിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. പൊറോട്ടേനേക്കാളൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. കണ്ട, ലെയറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.